ഹലോ, ഞാൻ എങ്ങനെയാണ് മാമ്പഴ പുളിശ്ശേരി വെക്കുന്നത് എന്നാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ. ഇപ്പോൾ പഴുത്ത മാങ്ങയാണിത്. പഴുത്ത മാങ്ങ 2-3 മുളകും കീറിയിട്ട് നന്നായി വേവിക്കണം. എന്നിട്ട് തേങ്ങയും മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി, മുളക് ഇതിൽ എത്ര കൂടുതലിട്ടാലും എരിവറിയില്ല. കാരണം പഴുത്ത മാങ്ങയാണല്ലോ, മാങ്ങയ്ക്ക് മധുരം ഉണ്ടാകും. എന്നിട്ട് അത് നന്നായിട്ട് അരയ്ക്കണം. ഇവിടെ മാങ്ങ നന്നായി വെന്തു. ഇതിപ്പോൾ സ്പൂണിട്ടൊന്ന് ഉടച്ചാൽ തന്നെ ഉടയും. ചില ആൾക്കാർ മാങ്ങ മിക്സിയിലിട്ട് അരച്ചിട്ട് ചേർക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. പക്ഷെ ഇങ്ങനെ വയ്ക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റാണ്. അതിനുശേഷം അരപ്പ് നന്നായി തിളയ്ക്കരുത്. അരപ്പ് ഇട്ട് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി. അരപ്പൊന്ന് ചൂടാകുമ്പോഴത്തേക്കും കുറച്ച് തൈര്, വളരെ കുറച്ച് തൈര് ചേർത്താൽ മതി. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ഇടണേ. ഈ കറി എന്ന് പറയുന്നത് നല്ല ടേസ്റ്റാണ്. ഇത് മാത്രം വെച്ചിട്ട് നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. മധുരവും എരിവും പുളിയും ഒക്കെ ഉള്ള ഒരു കറിയാണ്. ഞാൻ പിന്നെ മുളക് വളരെ കുറച്ചാണ് ഉപയോഗിക്കുന്നത്. എരിവ് കുട്ടികളല്ലേ, കുട്ടികൾക്കും എരിവ് പറ്റില്ല, പിന്നെ അദ്ദേഹത്തിനും എരിവ് പറ്റില്ല. അത് കാരണം ഞാൻ വളരെ കുറച്ച് മുളകാണ് ഉപയോഗിക്കുന്നത്. ഇത് തൈര് ചേർത്തതിന് ശേഷം, തൈര് ചേർക്കുമ്പോൾ നമ്മുടെ സ്റ്റൗ ഓഫായിരിക്കണം കേട്ടോ.